എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബട്ടർ മസാല മുറുക്കുണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് ഇത് പൊട്ടുകടലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും ഈ ഒരു മുറുക്കിന്. അപ്പോൾ ഈ നമുക്ക് ഇത്തിരി കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു മാസം വരെയൊക്കെ നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പുറമേ നിന്ന് മേടിക്കുമ്പോൾ ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഓയിലുകളിലാണ് വെറുതെ നമ്മുടെ വെളിച്ചെണ്ണയുടെയോ മറ്റ് ഓയിലുകളുടെയൊക്കെ എസൻസൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് വറവുകളെല്ലാം കിട്ടുന്നതെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും നമുക്ക് ആരോഗ്യത്തിനായിട്ട്. എപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ ഈ ഒരു മുറുക്കുണ്ടാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഇതിലേക്ക് പൊട്ടുകടലയാണ് കേട്ടോ 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. പൊട്ടുകടല എന്ന് തന്നെയാണ് എല്ലാവരും പറയാമെന്ന് എനിക്കറിയില്ല. റോസ്റ്റഡ് ഗ്രാമാണ് നമ്മളിത് മേടിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പൊട്ടുകടല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് നൈസ് വെളുത്ത അവിലാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. എന്നിട്ട് ആ പൊടി നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തട്ടി തരിയൊന്നും ഇല്ലാതെ തന്നെ എടുക്കാനായിട്ടാണ് ഇതുപോലെ അരിപ്പ് വെച്ചിട്ടൊന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫ്രഷായിട്ട് തന്നെ നമ്മൾ പൊട്ടുകടല ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു മുറുക്കിന് കിട്ടുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെ, നല്ല ലൈറ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ നമുക്ക് മുറുക്കുണ്ടാക്കാം. അപ്പോൾ ഇത്രയും തരി ബാക്കിയുണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് അവിടെ മാറ്റി വയ്ക്കുക, അത് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നൈസ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, അതാണ് നമ്മൾ അപ്പത്തിലേക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. 1 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ ഓൾ ഇൻ വൺ മസാലയാണ്, നമ്മൾ എല്ലാത്തിലേക്ക് ഈ ഒരൊറ്റ മസാലയാണ് ചേർത്ത് കൊടുക്കുക. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടിയാണ് അത് ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചേർത്ത ഗരം മസാലയിൽ നമ്മൾ പെരുംജീരകം കൂടുതൽ ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ മതി. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണ ഗരം മസാല ആണെങ്കിൽ 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇനി ബട്ടറാണ് കേട്ടോ, അത് ഉപ്പ് ചേർക്കാത്ത ബട്ടറാണ് ഉരുക്കിയെടുത്തത്. 4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഉരുക്കിയെടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ, 4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കൈകൊണ്ട് നന്നായിട്ട് ഡ്രൈ മിക്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ, വെള്ളം ഒഴിക്കാനായിട്ട് മുന്നേ തന്നെ ആ നെയ്യ് ഉപ്പുമെല്ലാം എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ആ നെയ്യ് എല്ലാ സൈഡിലേക്ക് എത്തുന്ന രീതിയിലേക്ക് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കുക. ഞാൻ അപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. സാവധാനം മിക്സാക്കിയിട്ട് എടുക്കുക. കാരണം ഇതിൽ വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കേണ്ട, കാരണം നമ്മളിത് ഒരു സേവനാഴിയിൽ വെച്ചിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് അത് പ്രസ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി പോവും ആ മുറുക്ക്. പിന്നെ മാത്രമല്ല ക്രിസ്പ് ആവാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇത്തിരി ടൈറ്റിൽ തന്നെ വല്ലാണ്ട് വെള്ളം കുറഞ്ഞാലും പൊട്ടി പോകട്ടോ, അങ്ങനെ ഇല്ലാത്തൊരു രീതിയിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ അതാ കുഴച്ചെടുത്തതിൽ 1 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ സേവനാഴിയിൽ ഈ ഒരു മുറുക്കിൻ്റെ ഒരു ചില്ല് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ല, നടുക്കിൽ ചെറിയ 2-3 ഓട്ടകളുള്ള ചില്ലുണ്ടാവും, അങ്ങനത്തെ അതിൽ വെച്ചിട്ടായാലും നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ചിറ്റിച്ചെടുക്കേണ്ട, കൈ കൊണ്ട് നല്ല സുഖമായിട്ട് തന്നെ അത് ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ചിറ്റിച്ചിട്ട് 2 അറ്റവും ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ട് അറ്റം പ്രസ് ചെയ്യാം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചിറ്റിയതിന് ശേഷം സൈഡിലേക്ക് തന്നെ വെച്ചിട്ട് അത് സൈഡിൽ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും മതി. കണ്ട, കയ്യിൽ നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഞാൻ അവിടെ ബട്ടർ പേപ്പറിലേക്കാണ് ഇത് ചിറ്റിച്ചെടുത്തത്. ഇലയിലേക്കോ അല്ലെങ്കിൽ പ്ലേറ്റിലേക്കോ ആയാലും മതി, നമുക്ക് സുഖമായിട്ട് തന്നെ എടുക്കാവുന്നതാണ്, ഒട്ടി പിടിക്കൊന്നുമില്ല. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ അത് നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് പൊന്തി വന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം തിരിച്ചിട്ടിട്ട് അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വല്ലാണ്ട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ മുറുക്ക് കണ്ടിട്ടില്ലേ, അതിൻ്റെ ആ ഒരു കളറ് ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും, അതിന് ഓഫ് വൈറ്റ് പോലെയൊക്കെ ആ ഒരു ഷെയ്ഡാവുമ്പോൾ നമുക്കത് കോരിയെടുക്കാവുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ നല്ലൊരു മുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ളൊരു മുറുക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.